നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിയ യാത്ര അത് മുക്കാ ഭാഗത്തോളം വന്നിട്ട് പോയൊരു സ്ഥലമാണ് പലകപ്പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. അത് കൊല്ലങ്കോട് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറി മാത്തൂർ എന്നൊരു സ്ഥലമുണ്ട്. മാത്തൂരിൽ നിന്ന് ബസ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ കർശന നിയന്ത്രണമുണ്ട്. ഫോറസ്റ്റുകാരൻ്റെ ബോർഡുണ്ട്, കണ്ട ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലെന്നുള്ളത്. ഇതാണ് നെല്ലിയാമ്പതി മലനിരകൾ, കണ്ടാ. ഇതിനെ പലകപ്പാണ്ടി എന്ന് അറിയപ്പെടുന്നത്. കൂടെ ഷംസും ഉണ്ട്. അന്ന് ഞാൻ ഒറ്റക്കാണ് വന്നത്. ഒറ്റക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയത് പന്തിയിടാവുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇന്ന് ഷംസുമായിട്ട് വന്നത്. ഷംസുണ്ട്, ഷംസുവിൻ്റെ കൂട്ടുകാരൻ പതുക്കെ വലിഞ്ഞ്, കാരണം പന്തിയിടാണ്. അപ്പോൾ അങ്ങോട്ട് ഇനി പോണില്ല, കാരണം ഫോറസ്റ്റുകാരുടെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അത് ലംഘിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരുപാട് ഫോറസ്റ്റുകാരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്, ചെറിയ പ്രായം മുതൽ. അപ്പോൾ ഇവിടെ ബോർഡുള്ളതിൻ്റെ പേരിൽ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയെങ്കിലും കാണിക്കാൻ പറ്റിയല്ലോ. നല്ല, അതായത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതിൽ പരിമിതികളുണ്ട്. അതിൽ ഇവിടെ വരണമെന്ന് അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായാലും താല്പര്യം ഉണ്ടായിരുന്നില്ല വരാൻ. കാരണം ആനപ്പിണ്ടം കണ്ട നിറച്ച് ഈ സമയമൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അധികം ഇവിടെ കിടന്ന് നമ്പർ കാണിക്കുന്നില്ല, തിരിച്ചു പോകണേണ്. അപ്പോൾ മാത്തൂർ, പലകപ്പാണ്ടി, കൊല്ലങ്കോട് 100% കാട്ടാന ഇറങ്ങുന്ന ഇടം. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ എപ്പോഴും ഇവിടെ കാട്ടാനയുണ്ട്. അപ്പോൾ കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ശേഷം 8 കിലോമീറ്റർ മാറി മാത്തൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം, അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയമായി. അവിടെ നിന്ന് ശേഷം 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന ഞാൻ പറഞ്ഞ പലകപ്പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ട് പോകുന്ന റോഡ് വളരെ മോശമാണ്, കാരണം അവിടെ വീടുകളൊന്നുമില്ല. ഒരു ഹോം സ്റ്റേ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം കൃഷിയിടങ്ങളാണ്. അവിടെ ഫെൻസിങ് ഒക്കെ വെച്ച് കെട്ടിയിട്ടുള്ള, എങ്ങോട്ടും നമുക്ക് ആന വന്നാൽ ഓടാൻ കഴിയില്ല. അതേപോലത്തെ ഒരു ഏരിയയാണ്. ഞാൻ ഒരു 5:30 സമയത്താണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്ന് പോകണ്ട, ഇത്തിരി ഡേഞ്ചറായ സ്ഥലമാണ്, എപ്പോൾ വേണമെങ്കിലും ആന മുന്നിൽ വന്ന് ചാടാം. എന്തോ ഭാഗ്യത്തിന് അന്ന് വന്നൊന്നുമില്ല, ഞാൻ തിരിച്ചു പോകുന്നു. പക്ഷെ അന്ന് രാത്രി തന്നെ ആന ഇറങ്ങി, കാരണം എപ്പോഴും ആന ഇറങ്ങുന്ന ഇടമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷംസുവിനെ ഞാൻ കൂട്ടി ഇവിടെ എത്തിയത്. ഷംസുവിന് കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും കൂടി ചേർന്ന് ഇന്നിപ്പോൾ അത്യാവശ്യം റോഡൊക്കെ മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി കുറേ ദൂരം ഞങ്ങൾക്ക് ഓടിച്ച് ചെല്ലാൻ പറ്റി. എന്നാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം എങ്ങോട്ടും ഓടാൻ കഴിയില്ല ആന വന്നാൽ. അപ്പോൾ ഇതിൻ്റെ താഴ്വാരത്ത് മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം വന്ന് വീഴുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാനാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അവിടെ വനവകുപ്പിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പ്രവേശനമില്ല, കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങോട്ട് ഞാനും പോകാൻ തയ്യാറായില്ല, കാരണം അങ്ങോട്ട് പോകേണ്ട കാര്യവുമില്ല, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കാഴ്ച. ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെ മനോഹരമാണ്. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങോട്ട് ആരും ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല, അങ്ങോട്ട് പ്രവേശനമില്ല. ഇതുവരെയും വന്ന് പോകാം, പക്ഷേ സൂക്ഷിച്ച് വേണം വന്ന് പോകാൻ. മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.